അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇളക്കം തട്ടാത്ത, മാറ്റമില്ലാത്ത, കൂട്ടിച്ചേർക്കാത്ത, കുറവ് വരുത്താത്ത, സന്തുലിതവും കൃത്യവുമായ ആദർശമാണ് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ പഠിപ്പിക്കുന്ന അഹ്ലുസുന്നയുടെ ആദർശം. നമ്മളെല്ലാം കിതാബുകളിൽ കാണുന്ന, നമ്മളെല്ലാം കിതാബുകളിൽ ഓതി വന്നിട്ടും പഠിച്ചിട്ടുമുള്ള ഇമാം അശ്അരിയുടെ, ഇമാം മാതുരീദിയുടെ റഹിമഹുമുള്ള, അവർ നമ്മളെ വരച്ച് കാണിച്ചു തന്നിട്ടുള്ള അഹ്ലുസുന്നത്തിൻ്റെ പരമ്പരാഗതമായ വഴിയിൽ ജനങ്ങൾ ഉറച്ചു നിൽക്കണം. നമ്മുടെ ഇടയിൽ നടക്കുന്ന പ്രചണ്ഡമായ പ്രചരണങ്ങളിൽ നമ്മൾ വീണു പോകരുത്. നമ്മുടെ മുൻഗാമികൾ സ്വഹാബത്തിൻ്റെ കാലം മുതൽക്ക് പഠിപ്പിച്ചു വന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആദർശം. നമ്മുടെ മുൻഗാമികൾ, സ്ഥാപക പ്രസിഡന്റ് അഭിവന്ദരായ യൂനുസ് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു മുതൽ ഇപ്പൊ തൊട്ടു മുമ്പ് വഫാത്തായ അഭിവന്ദരായ ഷെയ്ഖുന KP ഹസ്രത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു വരെയുള്ള നമ്മുടെ നേതാക്കൾ നമ്മളെ നയിച്ചത് കൃത്യമായ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ ഓതുന്ന സിറാത്തുൽ മുസ്തഖീം എന്ന സന്തുലിതമായ നേരെയുള്ള വളവും പുളവുമില്ലാത്ത ശരിയായ സുന്നത്ത് ജമാഅത്താണ്. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തെ വർത്തമാനകാലത്ത് സംഘടനാവൽക്കരിക്കുന്ന ദുരന്തം നമ്മൾ പറയാതിരിക്കാനാവില്ല. ഓരോ സംഘടനക്കാരും അവരവരുടെ സംഘടനാ താല്പര്യത്തിന് വേണ്ടി പൊറോട്ടയുടെ മാവിനെ കുഴച്ച് വിവിധ രൂപങ്ങളിലാക്കുന്നത് പോലെ സുന്നത്ത് ജമാഅത്തിനും പുതിയ രൂപങ്ങൾ നൽകുകയാണ്. എന്നാൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിന്റെ മഹത്വം മനസ്സിലാക്കേണ്ടത് 55 രൂപപ്പെടുന്നത് മുതൽക്ക് ഇന്ന് വരേക്കും അഹ്ലുസുന്ന എന്താണോ കിതാബിലുള്ള അഹ്ലുസുന്ന, ആ അഹ്ലുസുന്നയിൽ കൂട്ടാതെ കുറയ്ക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല. പലർക്കും തിരുത്തേണ്ടി വരികയാണ്. ഇന്ന് പറഞ്ഞതൽപ്പം കൂടിപ്പോയി എന്ന് ശരിക്കും ബോധ്യപ്പെട്ട വലിയ വലിയ ആളുകൾ ഇന്ന് അല്പാൽപമായി തിരുത്തി പറഞ്ഞ് പണ്ട് മുതൽക്ക് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ നിലകൊള്ളുന്ന മിതവാദപരവും സന്തുലിതവും ശാന്തവുമായ അഹ്ലുസുന്നത്തിന്റെ വഴിയിലേക്ക് മടങ്ങി വരുന്നു എന്നത് വിമർശിക്കപ്പെടേണ്ടതല്ല, സ്വാഗതാർഹമാണ്, അഭിനന്ദനാർഹമാണ്. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അതോടൊപ്പം തന്നെ സമുദായം ഒറ്റക്കെട്ടായി നിൽക്കണം. മദ്ഹബിന്റെ പേരിൽ നമ്മളുടെ ഇടയിൽ അനൈക്യമില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ നമുക്കിടയിൽ അനൈക്യമുണ്ടാകാൻ പാടില്ല. നമ്മൾ പലരും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ മുസ്ലിം ഉമ്മത്ത് എന്ന നിലയ്ക്ക് നമ്മൾ ഒരു ഇമാമിന്റെ കീഴിൽ ജുമാ നമസ്കരിക്കുന്നു, വഖത്തുകൾക്ക് നമസ്കരിക്കുന്നു. ഒരു ഇമാമ്, ഒരുപാട് മഅ്മൂമിങ്ങൾ. അതുകൊണ്ട് ഒരു ഇമാമിന്റെ കീഴിൽ നിൽക്കുന്നവർ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ സമാധരണീയരായ പ്രസിഡന്റിന്റെയും അതിന്റെ ശൂറാ സമിതിയുടെയും കീഴിൽ ഒറ്റക്കെട്ടായി നമ്മൾ നിൽക്കണം. ഇമാമ് സലാം വീട്ടുമ്പോഴേ നമ്മൾ സലാം വീട്ടുകയുള്ളൂ. ഇമാമ് റുക്കൂയിൽ പോകുമ്പോഴേ നമ്മൾ റുക്കൂയിൽ പോവുകയുള്ളൂ. നേതൃത്വത്തെ അനുസരിച്ച് ഒറ്റക്കെട്ടായി സമുദായം നിൽക്കണം. സമുദായത്തിന്റെ അകത്ത് ഒരു വിധത്തിലുള്ള വിഭാഗിക പ്രവർത്തനങ്ങളും പാടില്ല. ബിദ്അത്തിനോട് നമ്മൾ വിയോജിക്കുമ്പോഴും ബിദ്അത്തിന്റെ പേര് പറഞ്ഞ് കണ്ടാൽ ഒരു പൊതുവേദിയിൽ പോലും ഒരുമിച്ചിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞവർ കഴിഞ്ഞ CAA സമരത്തിന്റെ എറണാകുളം ജില്ലയിൽ നടന്ന, എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്ന അതിപ്രധാനമായ CAA സമരത്തെ കുറിച്ച് ഞാൻ അവരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആ CAA സമരത്തിൽ പങ്കെടുത്ത ദക്ഷിണയുടെ പ്രതിനിധികൾ അഭിമന്യരായ ചേലക്കുളം ഉസ്താദ്, അഭിമന്യരായ കടക്കൽ ഉസ്താദ്, അഭിമന്യരായ നമ്മുടെ ജാഥ ക്യാപ്റ്റൻ, ജമിയത്തിന്റെ പ്രസിഡന്റ്, കേരളത്തിലെ സർവാധരണീയരായ നേതാവ്, ഖായിദുൽ ഉമ്മ, ഈ സമുദായത്തിന്റെ നായകൻ അഭിമന്യരായ തൊടിയൂർ ഉസ്താദ്, ഇവർ 3 പേരും പങ്കെടുത്തതാണ്. അന്നാ യോഗത്തിൽ കേരളത്തിലെ സുന്നി സംഘടനകളിൽപ്പെട്ടവർ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സുന്നിയും സുന്നികളല്ലെന്ന് പറയപ്പെടുന്ന എല്ലാവരും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ, സമുദായം ഒരുമിച്ചിരുന്ന് ഒരു വേദിയിൽ ഒരു കസേരയിൽ ചേർന്നിരുന്ന് CAA സമരത്തിൽ പങ്കെടുത്ത ആ ചരിത്രത്തെ അനുസ്മരിക്കുമ്പോൾ 55 മുതൽക്ക് ദക്ഷിണ പറയുന്നത് പൊതുകാര്യങ്ങൾ നമ്മൾ ചേർന്ന് നിൽക്കണമെന്നാണ്. പൊതുകാര്യത്തിൽ പോലും ചേരാൻ പാടില്ല, വാപ്പയുടെ മയ്യത്ത് പോലും നിസ്കരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ആളുകൾക്ക് പിന്നീട് പക്ഷേ തിരുത്തേണ്ടി വന്നു. വാപ്പയായതുകൊണ്ടാണ് അത് ചെയ്യേണ്ടി വന്നത് എന്ന് തിരുത്തി പറയേണ്ടി വന്നില്ലേ? എന്തുകൊണ്ടാണ് ഈ ഗതികേട് സംഭവിച്ചത്? ഇത് ചുണ്ണാമ്പ് മുറുക്കാന്റെ ഒരു ഭാഗമാണ്. ഈ ചുണ്ണാമ്പ് എന്ന് പറയുന്ന സാധനം അങ്ങനെയല്ലേ പറയാ, ചുണ്ണാമ്പ് എന്നല്ലേ പറയുന്നത്. ചുണ്ണാമ്പ് അത് കുറച്ച് കൂടിപ്പോയാൽ വാ പൊള്ളി പോകുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാം പാകത്തിനേ പാടുള്ളൂ. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സമുദായം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറയുന്നു. മൂന്നാമതായി, നമ്മുടെ രാജ്യം ബഹുസ്വര രാജ്യമാണ്. ധാരാളം മതങ്ങൾ, ജനവിഭാഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, പല വിശ്വാസികൾ, പല ആരാധനാക്രമങ്ങൾ, പല വേഷങ്ങൾ, പല ആചാരങ്ങൾ. ഇതിനിടയിൽ മുസ്ലിങ്ങൾ നമ്മൾ മറ്റുള്ളവരോടും മറ്റുള്ളവർ നാമുമായും സഹകരിച്ച് വിഭാഗീകമായ വർഗീയമായ ഒരു വിധത്തിലുള്ള ചിന്തയും പ്രചരിപ്പിക്കാതെ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രസ്താവനകൾ കൊണ്ടോ നമ്മുടെ പ്രസംഗങ്ങൾ കൊണ്ടോ
നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ സമീപനം കൊണ്ടോ ഒരു സാധാരണക്കാരായ മനുഷ്യനെ കൂടി വെറുപ്പുള്ളവരാക്കി മാറ്റുന്ന സമീപനം ഒരാളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഒരുമയുള്ളവരായിരിക്കണമെന്ന് ദക്ഷിണകള ജമിത്തമ്മ പറയുന്നു. അതുകൊണ്ട് 19-ാം തീയതി നടക്കാൻ പോകുന്ന ഈ അവകാശ സംരക്ഷണം എന്ന് പറയുമ്പോൾ അവകാശം നിഷേധിക്കപ്പെടുന്നത് കൊണ്ടാണ് അവകാശം സംരക്ഷിക്കേണ്ടി വരുന്നത്. ഈ അവകാശം മുസ്ലിംകളുടെ അവകാശ സംരക്ഷണമാണ്, ക്രിസ്ത്യാനികളുടെ അവകാശത്തിന് വേണ്ടിയുള്ള സംരക്ഷണത്തിനുള്ള പ്രതിഷേധ റാലിയാണ്. അതേപോലെ തന്നെ ഹിന്ദുക്കളുടെ, മതമുള്ളവന്റെ, പിന്നോക്കക്കാരന്റെ, തൊഴിലാളികളുടെ, കർഷകരുടെ, പണിയെടുക്കുന്നവരുടെ, പാടത്തധ്വാനിക്കുന്നവന്റെ, ഈ രാജ്യത്തുള്ള നാനാജാതി മതസ്ഥരായ ബഹുജനങ്ങൾക്ക് ഭരണഘടന എന്ന നമ്മുടെ രാജ്യത്തിന്റെ ഉമ്മുൽ കിതാബ് എന്ന് പറയുന്ന ഭരണഘടന, ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ നാട്ടിലെ മുഴുവൻ പൗരന്മാർക്കും നൽകണം. അതിൽ നാം എല്ലാ മതവിഭാഗങ്ങളുമായി ചേർന്ന് നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് ചിലരൊക്കെ ഈ അമിട്ട് പൊട്ടിക്കുന്നത് പോലെ ചില ബോംബ്, വർഗീയ ബോംബുകൾ പൊട്ടിക്കാറുണ്ട്. നമ്മൾ അതിലൊന്നും വീണു പോകരുത്, അനാവശ്യമായ പ്രസ്താവനകൾ നടത്തരുത്. ബോംബ് പൊട്ടിക്കുന്നവരുടെ ലക്ഷ്യം ഒരു മറു ബോംബ് സമുദായം അങ്ങോട്ടുകൂടി പൊട്ടിക്കണമെന്നാണ്. ബോംബ് പൊട്ടിയ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം ഈ പ്രസ്താവനകളാണ്, ഏത് വർഗീയ പ്രസ്താവനകൾ. എല്ലാം അങ്ങനെയാണെന്ന് ഒരാൾ പ്രസ്താവന നടത്തും. വെള്ളം ഉണ്ടെങ്കിലും വെള്ളം ഇല്ലെങ്കിലും ആര് പ്രസ്താവന നടത്തിയാലും കുഴപ്പമാണല്ലോ. ആ പ്രസ്താവനയോട് നാം അങ്ങനെയല്ല, മിതവാദപരവും മാന്യവുമായി പ്രതികരിക്കുകയും എല്ലാ ജാതി മതവിഭാഗത്തോടും ചേർന്ന് നിൽക്കുകയും നമ്മുടെ അയൽപക്കത്തുള്ള മുഴുവൻ മനുഷ്യരോടും നാം സ്നേഹപൂർവ്വമായി പെരുമാറുകയും നല്ല ഭാഷയിൽ ഇടപെടുകയും അവരെ ചേർത്ത് നിർത്തുകയും നാം അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്തുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾ ഒന്നടങ്കം, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും ഒന്നിച്ച് മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളണമെന്നും ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളണമെന്നും വർഗീയതയെ എതിർത്ത് തോൽപ്പിക്കണമെന്നും സ്നേഹത്തോട് അഭ്യർത്ഥിച്ച് 19-ാം തീയതി നടക്കാൻ പോകുന്ന റാലി, അതിന്റെ ഏറ്റവും വലിയ സമരപ്രഖ്യാപനമാണ് അവകാശ സംരക്ഷണ റാലി.